വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക എന്നത് ഒരു നൈറ്റ്മെയർ തന്നെയാണ്. ഒരു മണിക്കൂർ മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ എന്തൊരു സ്ട്രെസ്സാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിർഭാഗ്യത്തിന് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. സാധാരണ നമ്മൾ വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചു നോക്കും. പിന്നെ കുറച്ചുകൂടി ടെക്നോളജി പരിചയമുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ചും, ഐഫോൺ ആണെങ്കിൽ ഫൈൻഡ് മൈ ഐഫോൺ ഉപയോഗിച്ചും നമ്മുടെ കാണാതായ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇത് എൻ്റെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ നോക്കിയതാണ്. യു ക്യാൻ സീ ഹിയർ, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനും ഉടനെ തന്നെ കാണിക്കുന്നുണ്ട്. ഐ ക്യാൻ മേക്ക് ഇറ്റ് പ്ലേ എ സൗണ്ട് ബൈ യൂസിങ് ദിസ് ഓപ്ഷൻ. ഈ ഡിവൈസ് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ലോക്ക് ചെയ്യാം. അതുപോലെ ഇറേസ് ചെയ്ത് ഫാക്ടറി സെറ്റിങ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അഥവാ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ ലാസ്റ്റ് ഫോൺ ലൊക്കേഷൻ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ലോക്കിംഗ് ആൻഡ് ഇറേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. അത് ഓൺ ചെയ്ത് നെറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനുപരിയായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നിങ്ങളുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡറെ കോൺടാക്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ട സിം ബ്ലോക്ക് ചെയ്യണം. പഴയ സിം ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതേ നമ്പറിൽ മറ്റൊരു സിം സംഘടിപ്പിക്കണം. നമ്മൾ പല സ്ഥലത്തും കൊടുത്തിരിക്കുന്ന നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഇതായതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ മെസ്സേജസും സെക്യൂരിറ്റി പിൻസൊക്കെ ഈ നമ്പറിൽ വരുന്നതുകൊണ്ട് ഇതേ നമ്പറിലുള്ള ഒരു സിം നമുക്ക് അത്യാവശ്യമാണ്. അതുകൂടാതെ പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണം. നഷ്ടപ്പെട്ട ഫോൺ തിരിച്ചു കിട്ടാനും ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വല്ല ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ ഇത് നമുക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. കൂടാതെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ സൈറ്റായ സഞ്ചാർ സാത്തി .gov.in അല്ലെങ്കിൽ സഞ്ചാർ സാത്തി എന്ന മൊബൈൽ ആപ്പിലൂടെയോ റിപ്പോർട്ട് ചെയ്ത് നഷ്ടപ്പെട്ട ഫോൺ ട്രാക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ഫോണിൻ്റെ IMEI നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഈസ് IMEI നമ്പർ ഓഫ് എ മൊബൈൽ ഫോൺ ആൻഡ് ഹൗ ടു ഫൈൻഡ് ഇറ്റ്? എന്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കണം? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. IMEI എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ നമ്പർ ഉപയോഗിച്ചാണ് ഒരു മൊബൈൽ എക്വിപ്മെൻറ്റിനെ തിരിച്ചറിയുന്നത്. അതൊരു 15 അക്ക നമ്പറാണ്. ഈ നമ്പർ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ യുനിക്കാണ്. അതേ നമ്പറിൽ ലോകത്തെവിടെയും മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടാവില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിന് 2 സിം സ്ലോട്ട് ഉണ്ടെങ്കിൽ ഫോണിന് 2 IMEI നമ്പർ ഉണ്ടായിരിക്കും. IMEI 1 ആൻഡ് IMEI 2. എന്തുകൊണ്ട് നിങ്ങളുടെ IMEI നമ്പർ അറിഞ്ഞിരിക്കണം? IMEI നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ IMEI ഉപയോഗിച്ച് ഇത് നഷ്ടപ്പെട്ടതോ മോഷണം പോയതോ ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഫോണല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്, ഇത് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് കൂടിയാണ്. ഫോൺ നഷ്ടപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുമ്പോൾ അവർ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ IMEI നമ്പർ ചോദിക്കും. ഡിവൈസ് ഓതൻറ്റിസിറ്റി, IMEI നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ അല്ല എന്ന് ഉറപ്പാക്കാം. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഹൗ ടു ഫൈൻഡ് ആൻ IMEI നമ്പർ. ഒരു മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ പല വിധത്തിലും കണ്ടുപിടിക്കാം. ഈ ഫോണിലെ ഡയലർ ഉപയോഗിച്ച് ഡയൽ *#06#. The moment you type the final character hash, the IMEI number will appear on your screen. There are more ways to find out IMEI number. നിങ്ങളുടെ ഫോണിൻ്റെ
സെറ്റിങ്സിൽ പോയി ഫോണിനെ പറ്റിയുള്ള വിവരങ്ങൾ തരുന്ന എബൌട്ട് എടുത്ത് അതിൽ എബൌട്ട് ഡിവൈസ് സെലക്ട് ചെയ്ത് സ്റ്റാറ്റസിൽ പോവുകയാണെങ്കിൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് സ്ക്രീൻ. അവിടെ നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത് കാണും. ഇതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കറിൽ IMEI നമ്പർ കൊടുത്തിരിക്കും. അതുമല്ലെങ്കിൽ ഈ മൊബൈൽ വാങ്ങുമ്പോൾ കിട്ടിയിരിക്കുന്ന ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ കാണാം. അവിടെയും IMEI നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ വെബ്സൈറ്റായ sanjarsathi.gov.in എന്ന സൈറ്റിലൂടെ നഷ്ടപ്പെട്ട ഫോൺ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് ഓപ്പണിംഗ് സ്ക്രീൻ. ഇവിടെ ബ്ലോക്ക് യുവർ ലോസ്റ്റ് ബാർ സ്റ്റോളൻ ഹാൻഡ്സെറ്റ് എന്ന ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ ദറ്റ് ലേബിൾ. In the next screen you can see 4 options. Block lost bar stolen mobile handset. അൺലോക്കും പ്രൊവിഷൻ ഉണ്ട്. ഈ അൺലോക്കിംഗ് നമ്മുടെ മൊബൈൽ സെറ്റ് തിരിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയാലേ അൺലോക്കിങ്ങിന് പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ റെഫറൻസ് നമ്പർ കണ്ടുപിടിക്കാനും നമ്മളുടെ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിക്ക് ഓൺ ദ ബ്ലോക്ക് ലോസ്റ്റ് ബാർ സ്റ്റോളൻ മൊബൈൽ ഹാൻഡ്സെറ്റ് എന്ന ലേബലിൽ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് സ്ക്രീൻ വേർ യു വിൽ ഗെറ്റ് ദ ഓൺലൈൻ ഫോം ടു ബി കംപ്ലീറ്റഡ്. ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ചുവടെയുള്ള ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് നോക്കി ഫില്ല് ചെയ്ത് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഇത് ഫയൽ ചെയ്യുന്ന സമയത്ത് 1-2 കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മളുടെ നഷ്ടപ്പെട്ട സിമ്മിൽ ഉണ്ടായിരുന്ന അതേ മൊബൈൽ സർവീസ് പ്രൊവൈഡറെ കാണിച്ച് നമ്മൾ റീഇഷ്യൂ ചെയ്തിരിക്കണം. ആ നമ്പർ അവിടെ കൊടുക്കാനുണ്ടാവും. ലോസ്റ്റ് മൊബൈലിൻ്റെ യു മസ്റ്റ് ഹാവ് ദ IMEI നമ്പേഴ്സ് വിത്ത് യു. IMEI നമ്പേഴ്സ് ആവശ്യമാണ്. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്ത് ആ കംപ്ലയിൻറ്റിൻ്റെ ഫയൽ അത് റെഡി ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി അപ്ലോഡഡ്. ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ക്യാപ്ച, ചെക്ക് ദ ഡിക്ലറേഷൻ ബോക്സ്, you will get an OTP, then you can submit it. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ജെന്യുവിൻനെസ് പരിശോധിക്കാനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ ഈ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട്. ഇവിടെ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എൻ OTP എൻ്റർ ചെയ്യുന്നതോടുകൂടി ഇറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് സ്ക്രീൻ. അവിടെ നിങ്ങളുടെ IMEI നമ്പർ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിപ്പോർട്ട്. നിങ്ങളുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതോടെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ചെക്ക് ചെയ്ത് ദേ വിൽ റിപ്പോർട്ട് ബാക്ക് ടു യു. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന IMEI നമ്പറിൽ ഒരു എക്വിപ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മാനുഫാക്ചറുടെ ഡീറ്റെയിൽസും മോഡലിൻ്റെ ഡീറ്റെയിൽസും ദേ ഹാവ് ഗിവൺ ബാക്ക് ഇൻ കൺഫർമേഷൻ ആസ് എ റിപ്പോർട്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ എക്വിപ്മെൻറ്റ് ജെന്യുയിൻ ആണെന്ന് കൺഫേം ചെയ്യാൻ ഒരു SMS സർവീസുമുണ്ട്. യു ക്യാൻ സെൻഡ് എൻ SMS ടു 14422. മെസ്സേജ് ഈസ് KYM സ്പേസ് 15-digit IMEI നമ്പർ. സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ വെരിഫൈ ചെയ്ത് ദേ വിൽ ഗിവ് യു റിപ്പോർട്ട്. നിങ്ങളുടെ IMEI നമ്പർ കണ്ടുപിടിക്കാൻ ചില വഴികൾ ഞാനിവിടെ പറഞ്ഞു. ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ വിധത്തിലൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡറുടെ സഹായം തേടാം. കൂടാതെ ഐഫോണുകളുടെ IMEI നമ്പേഴ്സും ആൻഡ്രോയിഡ് ഫോണുകളുടെ IMEI നമ്പേഴ്സും സോഫ്റ്റ്വെയർ സപ്പോർട്ടോടെ പലപ്പോഴും കണ്ടുപിടിക്കാനും സാധിക്കും. നിങ്ങളുടെ IMEI നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ യുനിക് ഐഡൻറ്റിഫയറാണ്. നോയിങ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ടു പ്രൊട്ടക്റ്റ് യുവർ ഡിവൈസ്, പ്രൂവ് ഓണർഷിപ്പ് ആൻഡ് അവോയ്ഡ് ഫ്രോഡ്. ചെറിയൊരു സമയം ചിലവാക്കി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ
കണ്ടുപിടിച്ച് അത് ഭദ്രമായി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. ഇറ്റ് കുഡ് ബി ഹാൻഡി. ഈ വീഡിയോ ഉപയോഗപ്രദമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് നൗ. Hope to see you soon with another video. Take care.